കയ്യിൽ കിട്ടിയ തുണിക്കഷ്ണങ്ങൾ ചേർത്ത് കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു സാധാരണ തയ്യൽക്കാരി. ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന് സ്ഥാപനത്തിൻ്റെ മുതലാളി ആ സ്ത്രീയെ ആട്ടിയകറ്റി. അന്ന് ആ യൂണിറ്റിൻ്റെ പടിയിറങ്ങുമ്പോൾ ആ സ്ത്രീയുടെ പക്കൽ ഒരൊറ്റ തയ്യൽ മെഷീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ സ്ത്രീ സംസാരിക്കുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ചുകൊണ്ടാണ്. ആരാണ് ഈ സ്ത്രീ എന്നായിരിക്കും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദളപതി വിജയ് എന്ന ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന MLAയുടെ ചരിത്രമാണിത്. നിലനിൽപ്പിന് വേണ്ടി പൊരുതിയ പോരാളി. അതെ, വിജയ് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പെൺകരുത്ത്. പേര് കെ മാരിയത്താൾ. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ബെൽറ്റിലെ ഒരു യൂണിറ്റിലായിരുന്നു മാരിയത്താൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ മാരിയത്താൾ വെറുമൊരു തൊഴിലാളി മാത്രമായിരുന്നില്ല. നൂറുകണക്കിന് സ്ത്രീകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവരുടെ നേതാവും രാവും പകലും സ്ഥാപനത്തിന് വേണ്ടി പട്ടിപ്പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അർഹതപ്പെട്ട ശമ്പളത്തിന് വേണ്ടി അവർ ശബ്ദമുയർത്തി. പക്ഷേ സ്ഥാപനത്തിൻ്റെ അധികാരികളുടെ ശബ്ദം മറ്റൊന്നായിരുന്നു. നിനക്ക് ഇവിടെ ശമ്പളവുമില്ല, ജോലിയുമില്ല, നീ ഇറങ്ങിപ്പോവണം. ജോലി പോയി വീട്ടിലേക്ക് നടക്കുമ്പോൾ ഈ സ്ത്രീയുടെ മുന്നിൽ ഇരുട്ട് മാത്രമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയം ഈ ഒരു സ്ത്രീ മാത്രമായിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ച് അവൾ ജോലി തുടങ്ങി. രാവും പകലും തനിക്കു വേണ്ടി പണി തുടങ്ങി. രാവും പകലും അവൾ ജീവിതത്തിനോട് പൊരുതി. തനിക്കു നേരിട്ട അനീതി തൻ്റെ കൂടെയുള്ള ഒരു സ്ത്രീക്കും ഉണ്ടാവരുത് എന്ന് അവൾ ഉറപ്പിച്ചു. അപ്പോഴായിരുന്നു ദളപതി വിജയ് തൻ്റെ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്നത്. മറ്റു രാഷ്ട്രീയക്കാരെല്ലാവരും ഗുണ്ടകൾക്കും കോടീശ്വരന്മാർക്കും മാത്രം സ്ഥാനം നൽകിയപ്പോൾ വിജയ് ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ പാർട്ടിയിൽ ജനങ്ങളുടെ വേദന അറിയുന്നവർ വരണം എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത, പണക്കൊഴുത്തില്ലാത്ത ദരിദ്രയായ മാരിയതയെ വിജയ് കൂടെ കൂട്ടിയത്. അങ്ങനെയാണ് സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന മാരിയതയെ വിജയ് കൂടെ കൂട്ടുന്നത്. വെറുമൊരു അണിയറ പ്രവർത്തക മാത്രമായിട്ടല്ല വിജയ് മാരിയതയെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയത്. ജനങ്ങളുടെ വേദനയറിയുന്ന, മനുഷ്യരുടെ പ്രയാസങ്ങളറിയുന്ന, കഷ്ടപ്പാടറിയുന്ന ഒരു കരുത്തുറ്റ മുഖമായിക്കൊണ്ടായിരുന്നു വിജയ് ലോകത്തിന് മാരിയതയെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ വിജയ് അവരെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ആനയെപ്പോലെ പണവും സ്വാധീനവുമുള്ള വലിയ വമ്പൻ സ്രാവുകളോടായിരുന്നു മാരിയ അന്ന് മൽപ്പിടുത്തത്തിൽ തോൽപ്പിച്ച് ജയിച്ചത്. പലരും ഒരു തയ്യൽക്കാരിയായ മാരിയതയെ എന്ത് ചെയ്യാനാണ് എന്ന് വളരെ മോശമായ രീതിയിൽ പരിഹസിച്ചു. പക്ഷേ ഇതിനെല്ലാം മറുപടി നൽകിയത് തന്നെ വിശ്വസിച്ച ജനങ്ങളായിരുന്നു. അന്ന് ആ യൂണിറ്റിൽ നിന്നും ശമ്പളം ചോദിച്ച് പുറത്താക്കിയ മാരിയ ഇന്ന് തമിഴ്നാട് നിയമസഭയിലെ ഒരു മന്ത്രിയാണ്. ഒരു സൂപ്പർ സ്റ്റാർ തൻ്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കായി ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ ഏൽപ്പിച്ചപ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടെ ആ കാര്യങ്ങൾ നിർവഹിച്ച് ജനങ്ങളുടെ വിശ്വാസത്തോടെ വിജയം വരികയായിരുന്നു. അന്നത്തെ ആ തയ്യൽ മെഷീനുകളുടെ ശബ്ദത്തേക്കാൾ എത്രയോ ഉറച്ച ശബ്ദമായി ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ മാരിയതയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. സുഹൃത്തുക്കളെ, മാരിയതയുടെ പാഠം നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠം തന്നെയാണ്. ലോകം നമ്മെ പുറന്തള്ളിയാലും അർഹതപ്പെട്ടവർ നമ്മെ സ്വീകരിച്ചേക്കാം. പക്ഷേ നിങ്ങളിലെ പോരാളിയെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. നിങ്ങളെ ചേർത്ത് പിടിക്കാനും കാലം ഒരാളെ കരുതി വെക്കും. മാരിയത്താളിനെ അത് ആ വിജയം കൊണ്ടെത്തിച്ചത് വിജയിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ത്യാഗത്തിനും പ്രശ്നത്തിനും കഷ്ടപ്പാടിനും പിറകിൽ നമ്മുടെ ജീവിതത്തിലും നാം പോരാടിക്കൊണ്ടിരിക്കണം. ഈ ഇൻസ്പയറിംഗ് സ്റ്റോറിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിജയ് എന്ന വ്യക്തി ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ
വലിയ ചലനങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഈ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കമൻറ്റ് ചെയ്യൂ.